ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്. ഞാനിങ്ങനെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് ഇല്ല, മോള് സ്കൂളിൽ പോയി. ഹസ്ബൻഡ് വർക്കിലാണ്, ടൂറിലാണ്. സോ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്തായാലും ഒത്തിരി നാളായില്ല എല്ലാവരെയും കണ്ടിട്ട്. അപ്പം ചുമ്മാ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ എടുക്കുന്ന കേട്ടോ. കുറച്ച് നേരം എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ഒത്തിരിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:33 ആയി, മീൻ 10:30 അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഒരു കോൺ എടുത്തു. കോണ് രാവിലെ മോൾക്ക് സ്കൂളിൽ സ്നാക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഈ കോണ് നമ്മളെടുത്ത് കുറച്ച്, ഞാനത് ഇന്നത്തെ ഷോർട്ട് പോലെ ഇടാം കേട്ടോ, എന്താ കൊടുത്തിരിക്കുന്നതെന്ന്. അത് ഞാൻ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ലഞ്ച് ബോക്സ് ഷോർട്സ് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മൾ പെപ്പറൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് ലെമൺ ജ്യൂസൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഓൾറെഡി 2 ഗ്ലാസ് ചായ കുള്ളിപ്പോയതാണ്. ആരും അല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ തോന്നില്ലല്ലോ. അത് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ ഫുൾ ടൈം ടി വി. അല്ല വേറെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പം ഇതാണ് ഞാൻ പരിപാടി. ചുമ്മാ യൂട്യൂബിൽ പാട്ട് കേൾക്കുക, വീഡിയോസ് കാണുക, അതൊക്കെ തന്നെയാണ് പരിപാടി. ഇങ്ങനെ ഈ ഒരു സോഫയിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സഞ്ജയ് ദത്തിൻ്റെ സാജൻത്തെ സോങ്ങാണ് എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. സഞ്ജയ് ദത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും മ്യൂട്ടിൽ വെച്ചിരിക്കുകയാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. സഞ്ജയ് ദത്തും മാധുരി ദീക്ഷിത് എൻ്റെ ഒന്നൊന്നര പെയറായിരുന്നു രണ്ടുപേരും. മാധുരി ദീക്ഷിത് പിന്നെ അടിപൊളിയല്ലേ. പിന്നെ അടുത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രസ്സുണ്ട്. അതൊക്കെ അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്നെടുത്ത് കബോർഡിൻ്റെ അകത്തോട്ട് വെക്കണം. ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടില്ല. ഇതാണ് അടുത്തത്. പിന്നെന്താ, ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം. പിന്നെന്താ, ഞാൻ എൻ്റെ ടി വി സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു CC പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ട്രോഫി പോലെ, ബെസ്റ്റ് റീഡർ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ സ്മാർട്ട് റീഡർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നത്. അതിൻ്റെ മുകളിൽ പട്ടിക്കുട്ടികൾ, ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോസ്. പിന്നെ ഒരു ഡാൻസ് കളിക്കുന്നൊരു ബൊമ്മയാണ് എൻ്റെ മോള്. പിന്നെ അതെൻ്റെ ഹസ്ബൻഡ് ചൈനയോ മറ്റോ പോയപ്പോൾ കൊണ്ടുവന്നൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ കൃഷ്ണനും ബുദ്ധ, ഇതൊക്കെ ചുമ്മാ വയ്ക്കുന്ന കേട്ടോ. ടൈം ഉള്ളൊരു ബട്ടർഫ്ലൈയും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പറ, നിങ്ങളെന്താ ചെയ്യുക വീട്ടിലിരിക്കുന്ന സമയത്ത്? എന്താണ് പരിപാടി? ക്ലീനിങ് ഒക്കെ ആയിരിക്കുന്നത്. ഞാൻ ഭയങ്കര മടിച്ചയാണ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ചെയ്യും, പെട്ടെന്നൊരു ത്വര വരുമ്പോഴത്തേനും ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് ഭയങ്കര പണിയായിരിക്കും. പിന്നെ കബോർഡൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. എന്നാലും ഞാൻ അതൊന്നും കാണിച്ചു തരുന്നില്ല, ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. എല്ലാവർക്കും ഹായ്. വീണ്ടും ഒത്തിരി നാളായില്ലേ കണ്ടത്. ഞാനിത് സ്ഥിരമാക്കുന്നില്ല. മേക്കപ്പ് വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്കിൻ കെയറൊക്കെ. അതൊക്കെ ബോറടിച്ച് തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ ആ ഒരു മൂഡങ്ങ് പോകും. അത് കാരണം ഇപ്പോൾ മേക്കപ്പ് വീഡിയോസും ഒന്നും ചെയ്യാത്ത ഞാൻ. അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കില്ല. അപ്പോൾ നെയ്ബറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ചുമ്മാ അവിടെ വയസ്സായ ഒരു ആൻറ്റിയും അങ്കിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒത്തിരിയായി കണ്ടിട്ട്, ഡെയിലി മഴ ചെയ്ത് കയറുകൊണ്ട് അവരെയൊന്നും കാണുന്ന പോലില്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു വിസിറ്റ് ചെയ്യും. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത കയറുകൊണ്ട് ചുമ്മാ ഒരു 10 മിനിറ്റ് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. പിന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കയറുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. പിന്നെന്താ, അത്ര തന്നെ. എന്തായാലും ഞാൻ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് ചുമ്മാ ഒരു 10 മിനിറ്റ് പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മെല്ലെ തിരിച്ചു വരും. ഓക്കെ, എന്നിട്ട് കാണാം. എന്തായാലും ഞാനപ്പോൾ ഇറങ്ങുകയാണ്. ചുമ്മാ അടുത്ത വീട്ടിലല്ലേ, അതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തിട്ടോ. ഞാൻ എന്തായാലും തിരിച്ചു വന്നു. ലഞ്ച് ടൈമായി. ഇനി ഭക്ഷണം കഴിക്കണം. അതിന് മുന്നേ ഞാൻ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നൊരു
ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ചുമ്മാ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട്, സ്നാക്സൊന്നും ഇല്ല ആക്ച്വലി തിന്നാൻ. അപ്പോൾ കുറച്ച് ഉഴുന്നെല്ലാം കുതിർത്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് ഒന്ന് അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. വലിയ അങ്ങനെ നടുവിൽ ഓട്ടയൊന്നും വെച്ചിട്ടുള്ള ഉഴുന്നുവടയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ചുമ്മാ സ്പൂണിൽ കോരിയിട്ടിട്ട് ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുമില്ല, വെറുതെ കുറച്ച് ഉഴുന്ന് കുതിർത്ത് വയ്ക്കുക. നോക്കാം. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ ഇടാം എന്ന് വിചാരിക്കുന്നു ഞാൻ. കുറേ ആവും, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഇത്തിരി കഴിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് എന്തായാലും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം അരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. രാവിലത്തെ പാസ്ത ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, സോ അത് കുറച്ചിരിക്കുന്നുണ്ട്. അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ ഇതിരുന്ന് വൈകുന്നേരം വരെ ആവും, പിന്നെ അടുത്ത് നമ്മൾ ഉണ്ടാക്കണം, കുറേ നേരം ഇരിക്കണം. അത് കാരണം ഞാൻ വെച്ചു ഇതങ്ങ് തീർക്കാമെന്ന് വെച്ചു. പിന്നെ ഡിന്നർ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ നിങ്ങളുടെ ലഞ്ച് എന്തൊക്കെയാണ് പറയണുണ്ടോ? അടിപൊളിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് നമുക്ക് കാണാം. ലഞ്ചായിട്ടോ, അതിപ്പോൾ സമയം 1:30 ആവാറായി. ഓക്കെ. അപ്പോൾ വൈകുന്നേരമായി. അപ്പം ഞാൻ നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കെന്തായാലും അത് നോക്കാം. ഉഴുന്ന് അരച്ച് വെച്ചു. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് നമ്മുടെ നൈസായിട്ടുള്ള റൈസ് ഫ്ലോർ ഇല്ലേ, അതായത് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി, അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളിയും, ചെറിയുള്ളിയാണ്, ചെറിയുള്ളി, ഇഞ്ചി, കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ വീട്ടിലുണ്ട്, അത് കാരണം അത് ഇട്ടു. പിന്നെ കറിവേപ്പില എല്ലാം നന്നായി ചോപ്പ് ചെയ്ത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ എടുക്കുക, എടുത്തിട്ട് നമ്മൾ അതിലോട്ടിടുക. ചുമ്മാ ഓരോ ചെറിയ സ്പൂൺ വീതം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിമ്മിലോട്ട് വയ്ക്കണം. ഇത് നിങ്ങൾ വിചാരിക്കും ഉഴുന്നുവട എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ഉഴുന്നുവടയാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് അതുപോലെ ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ പണി തീർക്കാമെന്ന് നോക്കുന്ന ആളാണ്. ഇതാണ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഒന്ന് ഇളക്കിടാൻ പറ്റില്ല. ഇനി നമ്മൾ സിമ്മിലോട്ട് വയ്ക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കില്ല, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും, പിന്നെ ഇളക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് വരാൻ കുറച്ച് കഷ്ടമായിരിക്കും ഇതുപോലെ എടുക്കാൻ. അത് കാരണം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഒന്ന് വിട്ട് വരും. അപ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എങ്കിലും പറഞ്ഞു തരികയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ആരും ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അതൊരു സാധാരണ ഒരു മടി പിടിച്ച ഒരു യൂസ്ലെസ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇരുന്ന് ടൈം പാസ് ആക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ മൊത്തം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര്, ഉഴുന്നുവട. പിന്നെ ഷേപ്പ് മാറിയപ്പോഴേ എനിക്ക് മറന്നുപോയി പേരെന്താന്ന്. ഇതാണ് ഉഴുന്നുവട. അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. പിന്നെ അരിപ്പൊടി ഇട്ട കാരണം നല്ലൊരു എന്താ പറയുക, നന്നായിട്ട് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു സെറ്റ് കഴിച്ച് നോക്കി, ഒരു പീസ്. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരേ ഒരു ടിപ്പ്, എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. കാരണം ഉഴുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ വേണം ഉഴുന്ന് അരയ്ക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത് സൂം ചെയ്ത് ഞാനിന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ടില്ലേ? എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും കഴിച്ച് കാണിച്ചു തരാം. കിടും. എന്താ പറയുക, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറഞ്ഞല്ല. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ. ചുമ്മാ ഒത്തിരി നാളായല്ലോ എല്ലാവരെയും കണ്ടിട്ട്, അത് കാരണമാണ് ഞാനൊരു വീഡിയോ ഇട്ട കേട്ടോ. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇന്ന് കബോർഡൊക്കെ ക്ലീൻ ചെയ്യണമെന്ന്. അത് നടന്നില്ല കേട്ടോ. ഇനി നാളെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.